അല്ല, നമ്മൾ അത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. കാരണം ഒരു 18-ാം തീയതി ആയിരുന്നു തെരഞ്ഞെടുപ്പ് പ്രതീക്ഷിച്ചിരുന്നത്. കാരണം ഇതിൻ്റെ അകത്തൊരു ഒറ്റ വിഷയമുള്ളൂ. അത് പുതിയ സ്ഥാനാർത്ഥികൾ 2 കൂട്ടത്തിലുണ്ടല്ലോ, 3 കൂട്ടത്തിലുണ്ട്. പുതിയ സ്ഥാനാർത്ഥികൾക്ക് കുറച്ച് ദിവസം മാത്രം കിട്ടുള്ളൂ, അത്രയേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അല്ല, തെരഞ്ഞെടുപ്പ് ഈ ചൂടുകാലമാണ്, കൂടുതൽ നീണ്ടു നിൽക്കുന്നതിനേക്കാൾ നല്ലതാണ് പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഭയങ്കര കനത്ത ചൂടാണ്. ഇപ്പം തന്നെ പുതിയുഗ യാത്ര നടക്കുമ്പോൾ തന്നെ 36 ഡിഗ്രിയാണ് ചൂട്. ഈ ചൂട് കൂടി കഴിഞ്ഞാൽ എല്ലാവരും പ്രയാസവും, കാരണം കടുത്ത ചൂടിലേക്കാണ് കേരളം പോകുന്നത്. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ 24 മണിക്കൂറിനകം ഞങ്ങൾ കാൻഡിഡേറ്റിനെ പ്രഖ്യാപിക്കാറുണ്ട്. കാൻഡിഡേറ്റിനെ പ്രഖ്യാപിക്കും എന്നുവെച്ചാൽ VD സതീശൻ പറഞ്ഞ 24 മണിക്കൂർ പ്രഖ്യാപിക്കുന്നതാണോ? നാളെ പ്രഖ്യാപിക്കും, മതി. പക്ഷേ രാവിലെ പറഞ്ഞത് അങ്ങനെ ആയിരുന്നില്ല. 2 ഘട്ടമായിട്ടോ 3 ഘട്ടമായി പ്രഖ്യാപിക്കും. കോൺഗ്രസ് അല്ല പറഞ്ഞത്, 2 ഘട്ടമായിട്ട് കോൺഗ്രസ് അല്ല പറഞ്ഞത്. VD സതീശനാ പറഞ്ഞത് രാവിലെ. അല്ല, നാളെ അല്ല, ഒരു സെറ്റ് സ്ഥാനാർത്ഥികൾ കോൺഗ്രസ് റെഡിയാണ്, തർക്കമില്ലാതെ. തർക്കമുള്ള മേഖലകൾ പൂർത്തീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് പൂർണ്ണ പട്ടിക പ്രസിദ്ധീകരിക്കാൻ കഴിയാത്തതാണ് ഇപ്പൊ സത്യത്തിൽ കോൺഗ്രസ് നേരിടുന്ന പ്രതിസന്ധി തോന്നുന്നു. നാളെ ഒരു ഗ്രൂപ്പ് ഓഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞാൽ പോലും മെച്ചമാണ്. കാരണം ഓൾറെഡി 5 സ്ഥാനാർത്ഥികളെ ഇപ്പൊ CPM പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. ഇല്ല, ഞാൻ അങ്ങനെ ഇപ്പൊ ഉദാഹരണത്തിന് CPM മത്സരിക്കാത്ത ഒഴിച്ചിട്ട സെല്ലുകൾ ഇപ്പം കൊണ്ടോട്ടിയും തിരൂരും പാലക്കാടും ഒക്കെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് തന്ത്രപരമായി സ്ഥാനാർത്ഥി ഇല്ലാത്തതുകൊണ്ടല്ല, അതിൽ പാലക്കാട് മാത്രമേ പ്രശ്നമുള്ളൂ, കുറച്ചുകൂടെ തന്ത്രപരമായ കാര്യങ്ങളൊക്കെ. പക്ഷെ പ്രശ്നം ഇവിടെ UDF എന്തായാലും സ്ഥാനാർത്ഥി 2 ദിവസം പ്രഖ്യാപിക്കേണ്ടി വരും. അത് എന്തിന്റെ പേരിലായാലും പ്രഖ്യാപിക്കേണ്ട, ആ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഒരു കുഴപ്പം, അതിനകത്തൊരു ഫസ്റ്റ് ബ്ലോ എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് സതീശൻ ഇപ്പോൾ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പ് ഇത്രയും പെട്ടെന്ന് വരുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. കുറച്ചുകൂടെ സമയം കിട്ടുമെന്ന് വിചാരിച്ചു. ആ സമയത്തിന്റെ ആനുകൂല്യം UDF ഉണ്ടായില്ല. ഞാൻ നേരത്തെ പറഞ്ഞു വന്ന തദ്ദേശത്തിലെ ഹെഡ് സ്റ്റാർട്ട് ഇന്ന് ഇലക്ഷൻ ഡേറ്റ് പ്രഖ്യാപിക്കുമെന്ന് അവർക്ക് അറിയാമല്ലോ. താമസിച്ചായിരിക്കും വരിക എന്നാണ് അവർ വിചാരിച്ചത്. എന്നാൽ പോലും നാളെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കേണ്ടി 24 മണിക്കൂർ എന്നുള്ള ഡെഡ് ലൈൻ സതീശന് തന്നെയാണ്. പോട്ടെ, അത് വിടാം. പക്ഷെ അദ്ദേഹം പറഞ്ഞാൽ 26, 27 അങ്ങനെയൊക്കെ കുറച്ചുകൂടെ കഴിഞ്ഞ് ഏപ്രിലിന്റെ ഫാഗ് എൻഡിലേക്ക് പോകും എന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതല്ല. LDF അവരുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. പക്ഷേ ഞാൻ ഓർത്ത് LDFന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ എന്തെങ്കിലും ഒരു സർപ്രൈസും ഇല്ല. ആകെയുള്ളത് മത്സരിക്കാത്ത ആരാണ്? ഷംസീറും പിന്നെ ആരാണ്? ഷംസീറാണ് പ്രധാനപ്പെട്ട മത്സരിക്കാതെ മാറ്റി നിർത്തിയിട്ടുള്ളത്. അവിടെ കാരായ രാജനാണ് സ്ഥാനാർത്ഥി. ബാക്കി ഇപ്പൊ പ്രത്യേകിച്ച് ഒരു അത്ഭുതവും സംഭവിക്കുന്നില്ല. CPM വളരെ കോൺഫിഡന്റ് ആണ്. വീണ ജോർജ് അടക്കമുള്ള ഉണ്ണികൃഷ്ണനെ തൃപ്പൂണിത്തുറയിലേക്ക് മാറ്റി. തൃപ്പൂണിത്തുറ നേരത്തെ ആലുവയിൽ ആരിഫ് വരും. ആലുവയിൽ ആരിഫ് വരും. അപ്പോൾ നോക്കുവാണെങ്കിൽ LDFനെ സംബന്ധിച്ച്